ലോകകപ്പ് ഫുട്ബോൾ 2026-ൽ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളേവരും നമുക്ക് ഇഷ്ടമുള്ള കുറേ ടീമുകളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്തുകൊണ്ട്, നമ്മുടെ ഇന്ത്യ എന്തുകൊണ്ട് ഈ ലോകകപ്പിന് യോഗ്യത നേടിയില്ല? എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ വളരുന്നില്ല? അതിനെപ്പറ്റി ചർച്ചകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചർച്ചകളുണ്ട്. ഫുട്ബോൾ താരങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച്. പക്ഷേ പുറത്തേക്ക് വരുന്നില്ല. എന്തൊക്കെയാണ് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ? ഇതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇതിന് ആക്കം കൂട്ടുന്ന കുറച്ച് വീഡിയോസും ഒന്ന് രണ്ട് വീഡിയോസും ഞാനിവിടെ പ്ലേ ചെയ്യുകയും ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇവിടെ ഫുട്ബോൾ വളരാത്തതിൻ്റെ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, നമുക്ക് ഗ്രാസ് റൂട്ടിലെ, അതായത് വളർന്നു വരുന്ന കുട്ടികൾ അവർക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ചെറുപ്രായത്തിലെ ഫുട്ബോളിന് വേണ്ട കോച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അല്ലെങ്കിൽ കോച്ചിങ് ഉണ്ടെങ്കിൽ പോലും അതിനൊരു കണ്ടിന്യൂറ്റി, അവരുടെ ആ ഒരു ലെവൽ ഓരോന്നോരോന്നായിട്ട് വർദ്ധിപ്പിക്കാനുള്ള കോച്ച്, അതിനുള്ള സംവിധാനങ്ങൾ, പ്രോത്സാഹനം കിട്ടുന്നില്ല. ഒന്ന്, മാതാപിതാക്കളുടെ അടുത്തുനിന്ന്. രണ്ട്, സ്കൂളിൽ നിന്ന്. സ്കൂളുകളിലും കോളേജുകളിലും ഉറപ്പായിട്ടും പഠന വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പോലെ തന്നെ സ്പോർട്സിനും പ്രാധാന്യം കൊടുക്കണം. അത് ഇനം തിരിച്ച് അത്ലറ്റിക്സ് ആണ്, അങ്ങനെ ക്രിക്കറ്റ്, ഫുട്ബോൾ, പലതരം സ്പോർട്സ്. നമ്മൾ സംസാരിക്കുന്ന ഫുട്ബോളിനെ കുറിച്ചായതുകൊണ്ട് ഫുട്ബോളിനെ കുറിച്ച് തന്നെ പറയാം. നമ്മളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോൾ കളിച്ചിട്ടുള്ളതാണ്, ഇല്ലേ? പക്ഷേ നമ്മളൊരു നല്ല കോച്ചിങ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ല. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫിഫയുടെ റെഫറി ഉണ്ട്, MP സന്തോഷ് കുമാർ. അദ്ദേഹം പറയുന്ന കുറച്ച് ഫാക്ട്സ് കാര്യങ്ങളുണ്ട്. ഞാനത് പ്ലേ ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാം. 17-ാം വയസ്സിൽ തന്നെ എനിക്ക് തോന്നുന്നത് ലയണൽ മെസ്സി അവരുടെ അർജന്റീന ഫുട്ബോൾ ടീമിന് വേണ്ടി ലോകകപ്പ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഫുട്ബോൾ ഭീമന്മാർ, അതായത് ഫുട്ബോളിലെ ശ്രദ്ധാകേന്ദ്രങ്ങളായ താരങ്ങൾ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി, അല്ലെങ്കിൽ നെയ്മാർ, അങ്ങനെയുള്ള താരങ്ങളെല്ലാം അവർ ഫുട്ബോളിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ദേശീയ ടീമിന് വേണ്ടി ലോകകപ്പ് കളിച്ചിട്ടുണ്ട്. നമുക്കിവിടെ താരങ്ങളും ഇല്ല. ടീമുണ്ടോ എന്ന് ചോദിച്ചാൽ ടീമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ടീം യോഗ്യത നേടുന്നില്ല. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഫിഫയുടെ റെഫറി MP സന്തോഷ് കുമാർ അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ISLന്റെ വരവോടുകൂടി ഇന്ത്യൻ ഫുട്ബോൾ ശരിക്കും ഭയങ്കരമായിട്ട് മാറി. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് ഡൗൺ ആയിപ്പോയതിൻ്റെ കാര്യം, ISLന്റെ തുടക്ക സമയത്തിൽ എല്ലാ ടീമിലും ഒരു ഐക്കൺ പ്ലെയർ ഉണ്ടായിരുന്നു. അത് അന്നത്തെ വേൾഡ് കപ്പ് കളിച്ച്, അല്ല യൂറോപ്യൻ മത്സരങ്ങളെല്ലാം പല ക്ലബ്ബുകളിൽ കളിച്ച് കളിക്കാരെ വന്നിട്ടുണ്ടെന്നെ. അപ്പോൾ അവർ വന്നപ്പോൾ അവരോടൊപ്പം കളിക്കാനുള്ളൊരു അവസരം ഇന്ത്യൻ പ്ലേയേഴ്സിനുണ്ടായി. അവരുടെ കളി കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടായി. ഇപ്പോൾ അതെല്ലാം മാറി കഴിഞ്ഞിട്ട് ആ സിസ്റ്റം പാടെ മാറി. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കിവിടെ ഈ ഒരു വേൾഡ് കപ്പ് വരുമ്പോൾ മാത്രം അല്ല ഫുട്ബോൾ വരേണ്ടത്. ഒരു 50 വർഷം മുൻകൂട്ടി നേരത്തെ ചിന്തിക്കണമായിരുന്നു നമുക്ക് എവിടെയെങ്കിലും എത്തണമെന്ന്. പല പ്രൊജക്റ്റുകൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നതല്ല, അതൊന്നും നടക്കുന്നില്ല. പിന്നെ ഈ അധികാരത്തിൽ ഇരിക്കുന്നവർക്കൊന്നും ഇത് ഫുട്ബോൾ നന്നാക്കണമെന്നൊന്നും ഒരു ചിന്തയില്ല. എല്ലാവർക്കും സ്വയം നന്നാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ ഒരു 10-40 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്. കാരണം ഒരു 13 വയസ്സുള്ളപ്പം പന്തുകളിലേക്ക് ഇറങ്ങിയ ആളാണ്. 51 വയസ്സ് കഴിഞ്ഞു. ആ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആർക്കും ഫുട്ബോൾ നന്നാക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ചിന്തയുള്ള ആരുമില്ല. എല്ലാവർക്കും അവനവൻ്റെ കാര്യം നന്നാകണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് സത്യം. ക്രിക്കറ്റിന് ഭയങ്കരമായിട്ട് പൈസ വരുന്നുണ്ട്. അതിൻ്റെ ഒരു 4-ലോ നല്ലൊരു 10-ലൊന്നും പൈസ പോലും ഫുട്ബോളിലേക്ക് വരുന്നില്ല. അപ്പോൾ ഫുട്ബോളിലേക്ക് വരാത്ത കാരണം നമ്മുടെ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് മോശമായിട്ടാണ്. പക്ഷെ അത് നമ്മൾ സ്റ്റാൻഡേർഡ് പൊക്കിക്കൊണ്ട് വരാനായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ചെറുപ്പത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇന്ത്യയിൽ ഇപ്പോൾ 145 കോടി ജനങ്ങളുണ്ട്. ഇവിടുന്ന് നമുക്കൊരു 20 പേരെ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. പക്ഷേ 20 അല്ല, 200 അല്ല, 2000 പേര് ഇവിടെ ഉണ്ട്. ക്വാളിറ്റിയുള്ള ആൾക്കാരുണ്ട്. അവരെ നമ്മുടെ ഇവിടുത്തെ ട്രെയിനിങ് സിസ്റ്റം എല്ലാം മാറണം. അവരൊരു 15 വയസ്സുള്ള 10-40 കുട്ടികളെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി പരിശീലിപ്പിച്ചിട്ട് അവിടുത്തെ ടീമുകളുമൊക്കെ ആയിട്ട് കളിപ്പിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇന്ത്യക്ക് വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള കളിക്കാരുണ്ട് ഇവിടെ, അതിനുള്ള കപ്പാസിറ്റിയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അത് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ലാഞ്ഞിട്ടാണോ അതിന് ശ്രമിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. അല്ലെ പിന്നെ നമ്മൾ ഇനി വേൾഡ് കപ്പ് നടത്തുക, അല്ലാതെ നമുക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ സുനിൽ ഛേത്രി ഇന്റർനാഷണൽ ലെവലിൽ ഇഷ്ടംപോലെ ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ കൂടുതൽ. പക്ഷെ അത് ഒരു യൂറോപ്പിലാണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ കാരണം എതിർ ടീം കളിക്കുന്ന കളിക്കാർ അത്ര ക്വാളിറ്റിയുള്ള, അത്രയും ആൾക്കാർക്കിടയിലൂടെ ചെന്നൊരു ഗോൾ നേടുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ഹയർ ലെവലിലുള്ള കളിക്കാരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അവർക്ക് എതിരെ ഫൗള് ടീമിൻ്റെ സ്റ്റാറ്റിക്സ് തന്നെ ആയിരിക്കും.
ഒരു കളിക്കാരനെ തന്നെ നിരന്തരമായിട്ട് ഫൗൾ ചെയ്ത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടു എന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും. അപ്പം ഇതിൻ്റെ അകത്ത് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളിലെല്ലാം നമുക്കില്ലാത്ത ഒരു പ്രശ്നം, നമുക്കില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ, അതായത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊരു ചെറിയ പ്രായം തൊട്ടേ കുട്ടികളെ ട്രെയിൻ ചെയ്യിച്ച് അവരുടെ ലെവല് മനസ്സിലാക്കി അവരെ കൊണ്ട് 140 കോടിക്ക് മുകളിൽ ജനങ്ങളുള്ള ഇന്ത്യയിൽ ഒരു 11 പേരെ പോട്ടെ, ഒരു 20 പേരെ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ട് ലോകകപ്പ് കളിപ്പിക്കാൻ പാകത്തിന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 100 അല്ല 200 അല്ല 2000-ന് മുകളിൽ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ, 2000 ഒന്നും അല്ല, അതിന് മുകളിൽ തന്നെ ഉണ്ട് ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പക്ഷേ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ആരും ഉതകുന്നില്ല. അതാണ് അതിൻ്റെ അകത്തെ ഒരു കാര്യം. ഒന്നാമത്തെ കാര്യം, ഈ നമ്മൾ കോച്ചസ്, അതായത് ഈ സ്കൂളിലൊക്കെ ആണെങ്കിലും നമ്മൾ പണ്ട് പറയും ഡ്രില്ല് സാറ് അല്ലെങ്കിൽ PT സാറ്, അങ്ങനെ പല പേരുകളിലുള്ള സാർമാരുണ്ട്. ഇവർ പലരും പണ്ട് കാലങ്ങളിൽ ഒരു പീരീഡ് ഉണ്ട്, അത് എന്തൊക്കെയോ വന്നു പറഞ്ഞു പോകുന്നു എന്നല്ലാതെ നല്ല രീതിയിൽ ഒരു കോച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും പലയിടത്തും നടക്കാം. എന്നാൽ നല്ല രീതിയിൽ കോച്ചിങ് കൊടുക്കുന്ന സാർമാരും ഉണ്ട്. പക്ഷേ അവർക്ക് വേണ്ട സപ്പോർട്ട് കിട്ടാതെ വരുമ്പോഴാണ് ഒന്നുകിൽ പഠന കാര്യങ്ങളുടെ പിള്ളേരുടെ ശ്രദ്ധ കുറയുന്നു എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ കുട്ടികളെ പുറകോട്ട് വലിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഇത്രയൊക്കെ കളിച്ചാൽ മതി, പിള്ളേർ ഇത്രയൊക്കെ കളിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശം കിട്ടും. അങ്ങനെ വരുമ്പം ഒരു സമ്മർദ്ദത്തിൽപ്പെട്ട് അദ്ദേഹം, അങ്ങനെയുള്ള സാറുമാർ ഒരു ഒഴുക്കിൽ അങ്ങനെ പോകും. എന്നാൽ പറഞ്ഞതുപോലെ തന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളുകളുമുണ്ട്. അത്ലറ്റിക്സിലൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഒത്തിരി നല്ല നല്ല കായിക അധ്യാപകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പക്ഷെ നമുക്ക് വളർത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളോ ഒന്നും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഫുട്ബോളിൻ്റെ കാര്യത്തിലും ഇത് തന്നെ മുന്നോട്ടേക്ക് ഈ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ, ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ മുന്നോട്ടില്ല. പറയുമ്പോൾ വലിയ ഫെഡറേഷനും കാര്യങ്ങളും ഒക്കെയാണ്, പക്ഷേ അവരുടെ കീഴിൽ കളിക്കാനുള്ള പ്ലേയേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എണ്ണം പറയാൻ അവർ എണ്ണി പറയും ഇന്ന പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ളത്. പക്ഷേ അവർക്ക് അതിനനുസരിച്ചുള്ളൊരു ക്വാളിറ്റിയോ കോച്ചിങ്ങോ കാര്യങ്ങളോ പുറത്ത് ഇന്ത്യക്ക് വെളിയിൽ പോയി മറ്റു രാജ്യങ്ങളിൽ പോയി ക്ലബ്ബുകളിൽ അല്ലെങ്കിൽ പോയി പ്രാക്ടീസ് ചെയ്യുകയോ കളിക്കുകയോ അതിനു വേണ്ടിയിട്ട് ഉതകുന്ന താരങ്ങൾ ആരും ഇല്ല. ഇന്ത്യൻ ഫുട്ബോൾ താരം CK വിനീത് പറയുന്ന പുറത്തേക്ക് പോകാനുള്ള കുറവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്വാളിറ്റി കുറവാണ്. ആ ക്വാളിറ്റി കുറവിന്റെ റീസൺ എന്ന് പറയുന്നത്, എന്റെ ഒരു എക്സാമ്പിൾ എടുക്കുക. എനിക്ക് തോന്നുന്നു സ്റ്റീവൻ കോൺസ്റ്റന്റൈൻ ഉണ്ടാവുമ്പോൾ അയാൾ പ്രസ് കോൺഫറൻസിൽ എല്ലാ പ്രാവശ്യം എന്റെ പേരെടുക്കും. ഞാൻ കളി തുടങ്ങിയത് 17 വയസ്സിലാണ്. 17 വയസ്സിൽ മെസ്സി വേൾഡ് കപ്പ് കളിക്കുന്നത്. എനിക്ക് ആദ്യത്തെ കോച്ചിങ് കിട്ടിയ 17 വയസ്സിലാണ്. ഇന്നും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 15-16 വയസ്സാകുന്ന കുട്ടികൾ എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാർ ഇന്ന് വേൾഡ് കപ്പ് കളിക്കാൻ പോവാ പുറത്ത്. നമുക്ക് ട്രെയിനിങ് തുടങ്ങുന്ന സമയം അതൊന്നും നമ്മളെ കൾച്ചറിന് കൂടി പ്രശ്നമാണ്. കാരണം ഇന്നിപ്പോ 7 വയസ്സുള്ള 8 വയസ്സുള്ള കുട്ടീനെ കളിക്കാൻ പറ്റുന്ന എനിക്ക് അക്കാദമി ഉണ്ട്. അക്കാദമിയിലേക്ക് വിടുമ്പോൾ അമ്മ ചോദിക്കും എന്റെ മോന്റെ കാലിന് പൊട്ടുവോ കൈക്ക് പൊട്ടുവോ തലക്ക് പൊട്ടുവോ എന്നുള്ളതാണ് ചോദിക്കും. ഇത് ഗെയിമാണ്, ഇത് അങ്ങനെ സംഭവിക്കാം എന്നുള്ളത് അവർക്ക് അറിയാം. പക്ഷെ 17 വയസ്സ് 18 വയസ്സാവുന്നവരെ കുട്ടിയാണ് അവർക്ക്. പക്ഷെ അവൻ വലുതായി, അവൻ കളിക്കണം, അങ്ങനത്തെ ഒന്ന് നമ്മളെ കൾച്ചറിന്റെ ഭാഗമായിട്ടില്ല. രണ്ടാമത്തേത് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ട്രെയിനിങ് സിസ്റ്റം വളരെ മോശമാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓൾ ഇന്ത്യ പോയപ്പോൾ കണ്ടത് നമ്മളെ സ്കൗട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം നിലവിലില്ല. നമ്മൾ പണ്ട് ഗോൾ എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്, സാന്റിയാഗോ മുനസ് എന്ന് പറയുന്ന പ്ലെയറിന്. അവനെ കണ്ടെത്തുന്നത് അവന്റെ നാട്ടിൽ പോയിട്ടാണ് ഒരു സ്കൗട്ട് അയാളെ കണ്ടെത്തുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് കണ്ടമാനമുണ്ട്. പക്ഷെ അവരെ കണ്ടെത്താനോ അവരെ ട്രെയിൻ ചെയ്യാനോ അവരെ വളർത്തിയെടുക്കാനോ പറ്റുന്ന ഒരു സിസ്റ്റം നമുക്കില്ല. അത് ഉണ്ടാക്കാനുള്ള ശ്രമവും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. നമ്മളിപ്പോൾ ഇന്ത്യക്ക് പുറത്തുപോയി കളിക്കാത്തത് പോയ പ്ലേയേഴ്സ് ഉണ്ട്, അവരൊക്കെ അതേപോലെ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. കാരണം നമ്മൾ അതിനുള്ള ലെവലിലേക്ക് നമ്മൾ വന്നിട്ടില്ല. നമ്മളിപ്പോ എത്ര കണ്ണുപൂട്ടിയിട്ട് നമ്മൾ ആ ലെവലിലേക്ക് വരും, നമ്മളിപ്പോൾ അടുത്ത കൊല്ലം വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാലും ദാറ്റ്സ് നോട്ട് ദ റിയാലിറ്റി. നമ്മൾ അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെ ആരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്നുകൂടി ഇതിന്റെ ഹിസ്റ്ററിയും ചരിത്രവും സാധനങ്ങളും തിരിച്ചു മറിച്ചും നോക്കി നിങ്ങൾ ഉറപ്പിക്കുക ഇതിങ്ങനെ തന്നെയാണോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മളെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ കഷ്ടത്തിലാണ്. നമ്മളെ ഫുട്ബോൾ എന്ന് പറയുന്നത് വളരെ താഴെ ലെവലിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് ഈ പബ്ലിസിറ്റി ഉള്ളത് കൊണ്ടോ ആൾക്കാർ കാണാൻ പറ്റുന്നത് കൊണ്ടോ ഫുട്ബോൾ വലുതാവില്ല. അതിന് അതിൻ്റെതായ സിസ്റ്റം ഉണ്ട്. ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് മേലോട്ടേക്ക് വരുന്ന സിസ്റ്റം ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ റിയാലിറ്റി. കേരളത്തിലെ കാര്യം തന്നെ ഇപ്പം CK വിനീത് പറഞ്ഞ കാര്യങ്ങളിൽ ഏകദേശം എന്തൊക്കെയാണ് നമുക്കിവിടെ ഇല്ലാത്തതെന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്രായത്തിൽ ട്രെയിനിങ് ഇല്ല. നമുക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ, അവർക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നും മര്യാദക്ക് ഒരുക്കി കൊടുക്കുന്നില്ല. അധികൃതരുടെ അനാസ്ഥ,
അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ വളരുന്നത്, ഇന്ത്യയിൽ വളരുന്നത് ക്രിക്കറ്റ് മാത്രമാണ്. എന്തുകൊണ്ട്? ആവശ്യത്തിനുള്ള ഫണ്ടിങ് വരുന്നുണ്ട്. ഫണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നല്ല ഗ്രൗണ്ടുകൾ പണിയാനും ക്രിക്കറ്റ് കൂടുതൽ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് നല്ല മാർക്കറ്റ് ഉള്ളത് കൊണ്ടും, ഇന്ത്യയിലെ കാര്യമാണ്, നല്ല മാർക്കറ്റ് ഉള്ളത് കൊണ്ടും ക്രിക്കറ്റ് ഇവിടെ വളർന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് താരങ്ങൾ വരുന്നു. IPL പോലെ നമുക്കറിയാം, പണം ഒഴുകുന്ന സ്ഥലമാണ് IPL പോലെയുള്ള സ്ഥലങ്ങൾ. അതായത് നോർമലി ഒരു ഇന്ത്യൻ പ്ലെയർ ഇന്ത്യൻ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം കിട്ടാനും എല്ലാത്തിനും ഉതകുന്ന ഒരു വലിയ പ്രീമിയർ ലീഗാണ് IPL. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ ക്രിക്കറ്റ് പ്ലെയേഴ്സിന് തുറന്നു കിട്ടുകയും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ക്രിക്കറ്റ് കളിക്കാർക്ക് കിട്ടുന്നുണ്ട്. ആ സമയത്ത് ഫുട്ബോൾ കളിക്കാർക്ക് കിട്ടുന്നു ഇല്ല. പേരിന് അവർ ഫുട്ബോൾ പ്ലേയേഴ്സ് ആണ്. നമുക്കറിയാം, നമുക്ക് എണ്ണം പറഞ്ഞ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് തന്നെ. IM വിജയൻ, അതുപോലെ തന്നെ മുഹമ്മദ് റാഫി, ഇപ്പം CK വിനീത്, എത്രയോ ആൾക്കാർ. ഇനി ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന ഒരു വലിയ ഫുട്ബോൾ മത്സരം തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ സംസ്ഥാനങ്ങൾ തമ്മിലാണ് മത്സരിക്കുന്നതും. അങ്ങനെയുള്ള ആ ഒരു മത്സരം പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്, പക്ഷെ പണ്ട് അതിന് നല്ല പ്രൗഢി ഉണ്ടായിരുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നല്ല പ്രൗഢി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷ് ട്രോഫി അവിടെയുണ്ട്, പക്ഷേ ആ സമയത്ത് ISL വന്നു, ഇന്ത്യൻ സൂപ്പർ ലീഗ്. ഇന്ത്യയിലെ തന്നെ വളർന്നു വരുന്ന കളിക്കാർക്ക് എക്സ്പോഷർ കിട്ടാനും ആ കൂട്ടത്തിൽ തന്നെ വിദേശത്തു നിന്നുള്ള പ്ലേയേഴ്സിനെ എത്തിച്ച് അങ്ങനെ മൊത്തത്തിൽ മിക്സപ്പ് ചെയ്ത് വിദേശത്തു നിന്നുള്ള കോച്ചസ് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ കൊണ്ടുവന്നതാണ്. നമുക്കറിയാം, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം കൊച്ചിയിൽ ഒരു മത്സരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഗാലറി നിറയെ ആൾക്കാരുമായിട്ട് ഒരു മത്സരവും കാര്യങ്ങളും എല്ലാം നടക്കുമായിരുന്നു. ആ ആളുകൾ ഭയങ്കര എന്താ പറയുന്നത്, ചാൻഡിങ്, എന്ത് ആഘോഷപൂർവ്വം കൊണ്ടാടിക്കൊണ്ടിരുന്നതാണ്. നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ISL അടുത്ത വർഷം ഉണ്ടാകുമോ എന്നറിയത്തില്ല. അതായത് ഇതും നമ്മുടെ ഇന്ത്യയിലെ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഏത് നല്ല രീതി, ശരി, അവർക്ക് ഇതൊന്നും വേണ്ട, ഇതിൽ നിന്ന് ഇതിന് ബിസിനസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫുട്ബോൾ അല്ലേ, ഫുട്ബോളിൽ ബിസിനസ് ഇല്ലാതിരിക്കുമോ? നല്ല രീതിയിൽ നല്ല കളിക്കാരെയൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ക്ലബ്ബുകളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് അവർക്ക് ഏത് രീതി ബിസിനസ്, അതൊരു ബിസിനസ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാനും പറ്റും. അങ്ങനെയൊക്കെ എത്രയോ സാധ്യത ഉള്ളതാണ് ഈ ഫുട്ബോളിൽ. പക്ഷേ വളർത്തുന്നില്ല. സന്തോഷ് ട്രോഫി ഇരുന്നു പോയി, ISL ഇപ്പം ഇരുന്നു പോയി, ഇനി അടുത്ത് എന്താ വരാൻ പോകുന്ന അറിയത്തില്ല. പക്ഷേ ഇന്നും കേരളത്തിൽ ഒരുപാട് എല്ലാ ജില്ലകളിലും നല്ല നല്ല പ്ലേയേഴ്സ്, ഫുട്ബോളിനെ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ ഫുട്ബോളിന് ഫാൻസ് കേരളത്തിലുണ്ട്. അതിപ്പം എത്ര പ്ലേയേഴ്സ് വന്നാലും പോയാലും ഫുട്ബോളിന്റെ തട്ട് താണിരിക്കും എന്ന് പറയാം. കാരണം നമുക്ക് ക്രിക്കറ്റിന്റെ കാര്യം പറയാം. ക്രിക്കറ്റ് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നതാണ് ക്രിക്കറ്റിനെ. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു മഹാനായ, ഇന്ത്യയെ കണ്ട എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻ, ലോകം കണ്ട ബാറ്റ്സ്മാൻ സച്ചിൻ ടെണ്ടുൽക്കറാണ് എന്നെ ക്രിക്കറ്റ് കാണാൻ പ്രേരിപ്പിച്ച ഒരു വ്യക്തി. അങ്ങനെയാണ് ഞാൻ ക്രിക്കറ്റ് കാണാനും കളിക്കാനും ഒക്കെ തുടങ്ങിയത്. അപ്പം അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് ക്രിക്കറ്റിന്റെ ഒരു ഇത് വരുന്നത്. ഒന്ന് സച്ചിൻ കഴിഞ്ഞ് പിന്നീട് നമ്മുടെ ഗാംഗുലി ഉണ്ട്, ദ്രാവിഡ് ഉണ്ട്, സേവാഗ് ഉണ്ട്, അങ്ങനെ ഒരു ഇത്. അതിനുശേഷം മഹേന്ദ്ര സിംഗ് ധോണി, യുവരാജ് സിംഗ്. ഇപ്പം എന്നെ ക്രിക്കറ്റ് കാണിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കേരളത്തിൽ നിന്നുള്ള സഞ്ജു സാംസൺ ആണ്. ഉള്ള കാര്യം പറയാമല്ലോ, സഞ്ജു ടീമിലുണ്ടെങ്കിൽ കളി കാണും, അല്ലാത്ത പക്ഷം കളി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു കേട്ടുപോകും. അങ്ങനെ ഒരു അവസ്ഥയാണ്. പക്ഷേ ഫുട്ബോളിൽ എത്ര ഇതാന്ന് പറഞ്ഞാലും ഫുട്ബോൾ കാണാൻ ഫുട്ബോൾ പ്രേമികളാണെങ്കിൽ അവർ കളിക്കാരെ, ഇന്നൊരു കളിക്കാരെന്നല്ല, വ്യക്തിയെ അല്ല, ടീമിന് വേണ്ടി, ആ ഒരു ടീം ജയിക്കാൻ വേണ്ടിയിട്ട് പലരും, ഇതിപ്പം നമുക്ക് ക്രിക്കറ്റിലെ കാര്യം സിമ്പിളായിട്ട് പറയാം. നമ്മുടെ മനസ്സിൽ അവൻ ഔട്ടായാലേ ഉള്ളൂ നമുക്ക് മറ്റവൻ കയറുന്ന, നമുക്ക് ഇഷ്ടമുള്ളൊരു താരം കയറുന്നത് കാണാൻ പറ്റുള്ളൂ. ഉദാഹരണം, ചില സമയത്ത് മിക്കപ്പോഴും സഞ്ജു ബാറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു 5-മതോ 6-മതോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മുകളിലത്തെ വിക്കറ്റുകൾ പോകണം എന്ന് മനസ്സിലെങ്കിലും പറയും, എന്നാലേ നമുക്ക് സഞ്ജുവിൻ്റെ കളി കാണാൻ പറ്റുള്ളൂ ബാറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഫുട്ബോളിൽ അങ്ങനെയല്ല. 11 പേര് കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 11 പേരും ആ ടീമിന് വേണ്ടിയിട്ട് ചത്ത് കിടന്ന് കളിക്കുന്നത് കാണാൻ പറ്റും. അത് ഈ പറയുന്ന അത് ഫുട്ബോൾ ഫാൻസ്, ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മുടെ കേരളത്തിലെ ഫുട്ബോൾ ഫാൻസിൻ്റെ കാര്യമാണ്. കേരളം വിട്ടാൽ അങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ ഉണ്ട്, എങ്കിലും കേരളത്തിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. അങ്ങ് മലപ്പുറത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ബജറ്റിൽ, കേരള ബജറ്റിലാണെങ്കിലും മലപ്പുറത്താണ് ഫുട്ബോളിന് വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റേഡിയം പണിയാനായിട്ട് അവർ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം മലപ്പുറത്ത് അത്രയധികം ഫുട്ബോൾ ആരാധകരുള്ളത് കൊണ്ടാണ് എന്നും പറഞ്ഞ് മറ്റ് ജില്ലകളിൽ ഇല്ലെന്നല്ല, മലപ്പുറത്ത് അവർ അതിനു വേണ്ടിയിട്ട് ആ ഒരു
ജില്ലയിൽ തന്നെ മലപ്പുറത്ത് തന്നെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും സെവൻസ് ആയിട്ടും അല്ലാതെയും ഒക്കെ നൈറ്റിലും അങ്ങ് മറ്റ് എന്താ പറയുന്നത് ഈ നൈജീരിയൻ പ്ലേയേഴ്സ് അങ്ങനെയുള്ള കളിക്കാരെയൊക്കെ പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ ഭയങ്കര ആഘോഷത്തോടു കൂടിയാണ് കൊണ്ടാടുന്നത്. ആ ഒരു ആഘോഷം എന്തുകൊണ്ട് കേരളത്തിലേക്ക് മൊത്തത്തിൽ വരുന്നില്ല? മൊത്തത്തിൽ ആഘോഷിക്കപ്പെടാനായിട്ട് നമുക്കിവിടെ ഗ്രൗണ്ടുകളില്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയാം, ഞാനൊരു കോട്ടയംകാരനാണ്. കോട്ടയത്ത് ഒരു നെഹ്റു സ്റ്റേഡിയം ഉണ്ട്. അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വിമ്മിംഗ് പൂളാണ്. അല്ലാത്ത പക്ഷം ഈ പറയുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്യത്തില്ല ഗ്രൗണ്ട്. പുല്ലും കാടും എല്ലാം കയറി ഇഴജന്തുക്കളും അല്ലാതെയും ഒക്കെ ആയിട്ട് ഒരു ഗ്രൗണ്ട് വല്ല സ്കൂളിൻ്റെയോ അല്ല വല്ല കായിക ദിനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതരം ഇവൻറ്റ്സ് ഒക്കെ വന്നാൽ മാത്രം അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ കുറേ പേരുണ്ട് സ്നേഹിക്കുന്ന ഗ്രൗണ്ടിനെ സ്നേഹിക്കുന്ന കളികളെ സ്നേഹിക്കുന്ന ആളുകൾ ഈ പറയുന്ന പോലെ ഗ്രൗണ്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുന്നവരുണ്ട്. അല്ലാത്ത പക്ഷം ഗ്രൗണ്ട് എന്തിനാ, ചുമ്മാ അവിടെ ഒരു ഗ്രൗണ്ട് കിടപ്പുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അവസ്ഥകളിൽ നിന്നൊക്കെ മാറണ്ടേ? സ്പോർട്സിന് ഇവിടെ പ്രാധാന്യം വേണ്ടേ? ഫുട്ബോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പറയുന്നു എന്നേ ഉള്ളൂ. എന്തായാലും ഈ ഫുട്ബോൾ ഇവിടെ വളരാത്തതിൻ്റെ കാരണങ്ങൾ ഈ പറയുന്ന നമ്മുടെ ഫിഫയുടെ റഫറി MB സന്തോഷ് കുമാർ പ്ലസ് ഇന്ത്യൻ പ്ലെയറായ CK വിനീത് പറയുന്നു. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്തുകൊണ്ട് വളരുന്നില്ല എന്നുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്തിട്ട് സംസാരിച്ചിട്ട് എത്രമാത്രം കാര്യമുണ്ടാകും എന്നറിയത്തില്ല. കാരണം ഇനിയും അടുത്ത ഒരു 4 കൊല്ലം കഴിഞ്ഞ് ഒരു ലോകകപ്പ് വരുമ്പോഴെങ്കിലും ഇന്ത്യ ലോകകപ്പ് യോഗ്യതാ റൗണ്ട് പാസ്സാകുമോ എന്നുള്ളതാണ്. നമ്മൾ ഇത്തവണ യോഗ്യതാ റൗണ്ടിൽ നമുക്ക് ചെറിയൊരു ചതവും പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഖത്തറുമായിട്ടുള്ള മത്സരത്തിലാണ് ഔട്ട് പോയ ബോൾ തിരിച്ചെടുത്തവർ ഗോൾ അടിച്ചു. അവിടെ നമുക്ക് വാർ സിസ്റ്റമോ കാര്യമോ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് നമ്മൾ ഔട്ടായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു ഭാഗ്യമില്ലായ്മയായിട്ട് കണക്കാക്കുന്നു. എങ്കിലും നമ്മൾ നമ്മുടെ ക്വാളിറ്റി നന്നായിട്ട് കൊണ്ടുവരാനുള്ള പ്ലേയേഴ്സ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുറേ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും അതുപോലെ തന്നെ കളിക്കാർ മാത്രം വിചാരിച്ചാൽ പോരെ, ഇതിൻ്റെ ഫെഡറേഷൻകാർ വിചാരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചു വരുമ്പോഴാണ് ഇത് നല്ല രീതിയിൽ ഒരു പവിഴ മുത്ത് ആയിട്ട് നമുക്ക് നമ്മുടെ ടീമിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അടുത്ത ഒരു 4 കൊല്ലം വരുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻസ് വരുമ്പോഴോ സ്പോർട്സിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പഠനത്തോടൊപ്പം തന്നെ സ്പോർട്സും കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അത് എന്താ പറയുക, കുട്ടികൾ ചെറിയ പ്രായത്തിലെ കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും അവരുടെ ആക്റ്റീവായിട്ട് അവരുടെ ഓരോ കാര്യങ്ങളിൽ അവരുടെ പാർട്ടിസിപ്പേഷനും എനർജറ്റിക് ആയിട്ടിരിക്കാനും ഒക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരുന്ന തലമുറ ലഹരിയുടെ പുറകെ പോകാതെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ കൂടെയൊക്കെ വരുമ്പോൾ ഒന്ന് അവരുടെ ആരോഗ്യം, 2 നല്ല എന്താ പറയുന്നത് ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക, ബുദ്ധിവികാസത്തിനും എല്ലാം ഈ പറയുന്ന ഈ ഫുട്ബോൾ ആണെങ്കിലും ചുമ്മാ കളിക്കുക എന്നുള്ളതല്ല, ഇവിടെയും തല വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റു നേരെ വരുന്ന എതിർ ടീമിൻ്റെ കളിക്കാരനെ എങ്ങനെ വെട്ടിച്ചുഴിയണം, അവനെതിരെ എങ്ങനെ പാസ് കൊടുക്കണം, അങ്ങനെയുള്ള പല പല തന്ത്രങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പം എന്തായാലും വരുന്ന ഭാവിയിലേക്ക് ഇന്ത്യ ലോകകപ്പ് യോഗ്യത അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ നല്ല രീതിയിൽ വളരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാനിവിടെ വെച്ചത്. അപ്പം ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്പോർട്സിനെ സ്നേഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ വീഡിയോയുടെ ഇടയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി. ഫുട്ബോളിനെ സ്നേഹിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. പിന്നെ സാഹചര്യങ്ങളാണ് പലരെയും പിന്നോട്ട് വലിക്കുന്നതെന്നറിയാം. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ മുന്നോട്ടേക്ക് മികച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗ്രാസ് റൂട്ട് മുതലേ ട്രെയിനിങ്, ഇൻഫ്രാസ്ട്രക്ചർ വളരണം. പിന്നെ നല്ല കളിക്കാരെ കണ്ടെത്തുവാനുള്ള ഒരു ടീം തന്നെ, അതായത് നല്ല നല്ല പ്ലേയേഴ്സിനെ ജില്ലയിൽ നിന്നും അല്ലെങ്കിൽ ജില്ലാതലത്തിലും ഉപജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും കണ്ടെത്താനുള്ള ഒരു പ്രത്യേക വിങ് തന്നെ ഉണ്ടാകണം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കേ ഉള്ളൂ, കുറച്ച് പേര് മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്നത് പോലെ നമ്മുടെ ഫുട്ബോൾ വളരത്തുള്ളൂ. അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് നന്നായിട്ട് നല്ല കളിക്കാരെ കണ്ടെത്തി അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്ത് അവർ നന്നായിട്ട് കളിച്ച് ഒരു ലോക നിലവാരത്തിലുള്ള കളിക്കാരാകുന്നത് കാണാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.